തിരുവനന്തപുരത്ത് മക്കളുടെ മുൻപിൽ വെച്ച് സ്വന്തം ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം അവിടെ നിന്നും കടന്നു കളഞ്ഞ ഭർത്താവിന്റെ വാർത്തയാണ് ഇന്ന് രാവിലെ ന്യൂസ് വെച്ചപ്പോൾ കണ്ടത്. ശരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ വാർത്ത കേട്ടപ്പോൾ ആ 4 കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അല്ലെ അവരെന്തിലൂടെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നതെന്ന് ആദ്യം ചിന്തിച്ചത്. സ്വന്തം അമ്മ കൺമുന്നിൽ ഇല്ലാതാകുന്നത് നേരിട്ട് കാണേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതായത് ഭാവിയിൽ അവർ ക്രിയേറ്റ് ചെയ്തേക്കാവുന്ന റിലേഷൻഷിപ്പ്, അവർക്ക് മനുഷ്യരിലുണ്ടാകാവുന്ന വിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ ബാധിക്കുന്നതായിട്ട് ഈ സംഭവം മാറിയേക്കാം. ഇത്തരം സംഭവങ്ങൾ ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ ബലമൊന്നുമല്ല, കേവലം കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ നമുക്കിതിനെ തള്ളിക്കളയാനും പറ്റില്ല. ഈ വാർത്തയുടെ കമന്റ് സെഷൻ കണ്ടപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ പ്രധാനമായിട്ട് ചില ആളുകൾ പറയുന്നത്, കൊല്ലപ്പെട്ട സ്ത്രീക്ക് വിവാഹ ഇതര ചില ബന്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഭർത്താവ് അവരെ കൊന്നത്, ഇതിലൊരു ആൺ സുഹൃത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന രീതിയിലൊക്കെയാണ്. ഇവിടെ പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലുവാനോ അയാളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുവാനോ ഉള്ള അധികാരമില്ല. അത് എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ടതാണ്. കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആൺ സുഹൃത്ത് ഉണ്ടാകാതിരിക്കാം, പക്ഷെ അതിനുള്ള പ്രതികരണം എന്നത് അവരെ കൊന്നുകളയുക എന്നുള്ളതല്ല. ഇനി 2ാമത്തെ കാര്യം, ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില മനുഷ്യരുടെ ഉള്ളിലുള്ള ചില തരത്തിലുള്ള ഉടമസ്ഥ അവകാശ ബോധമാണ്. ഈ ഉടമസ്ഥ അവകാശ ബോധം എന്ന് പറയുന്നത്, ചില ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഭാര്യ തൻ്റെ അധീനതയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, തൻ്റെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ചായിരിക്കണം ഇനിമേൽ ഇവൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത പക്ഷം ഇവളെ എന്തും ചെയ്യുവാനുള്ള അധികാരം എന്നിൽ നിക്ഷിപ്തമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ചില പുരുഷന്മാരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ കമന്റ് ഇട്ടവരടക്കം അത്തരം പുരുഷന്മാരുടെ പ്രതീകങ്ങളാകാനാണ് സാധ്യത. ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് തന്നെ രണ്ടുപേരും ലോയലായിരിക്കുക, പരസ്പരം സ്നേഹിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ലോയലിറ്റിയിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചാൽ അയാളെ ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുവാനോ ഉള്ള നിരവധിയായ സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ആ സാധ്യതകളെല്ലാം നിലനിൽക്കെ ആ സാധ്യതകളെ ഒന്നും പ്രയോജനപ്പെടുത്താതെ ആ വ്യക്തിയെ പൂർണ്ണമായും വകവരുത്തി കളയാം എന്നുള്ള ചിന്ത ഈ ഉടമസ്ഥ അവകാശ ബോധത്തിന്റെ ഭാഗമായി ഉടലെടുക്കുന്നതാണ്. തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരാരും അല്ലെങ്കിൽ തന്നെ അനുസരിക്കാത്തവരാരും തനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കാത്തവരാരും ജീവിക്കാൻ അർഹരല്ല എന്നുള്ള ചിന്താഗതി ഒരു വലിയ ക്രിമിനൽ മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളിൽ നിന്നും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഇറങ്ങി നടക്കുക. നമ്മുടെ സൊസൈറ്റിയും സിസ്റ്റവും ഒക്കെ പലപ്പോഴും ശ്രമിക്കുന്നത് പിരിയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എന്ത് വിധേനയും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ കുട്ടികളുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ അഭിമാനത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെ ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാനാകാത്ത ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിഭയങ്കരമായ ശ്രമങ്ങൾ നടത്തുന്ന ചില ആളുകളെ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബെറ്റർ എത്രയും പെട്ടെന്ന് തന്നെ അവർ സെപ്പറേറ്റഡ് ആകുക എന്നുള്ളതാണ്. ഇനി ഒരുപാട് ബുദ്ധിമുട്ടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രഗിളിനേക്കാൾ വളരെ കുറവാണ് സ്വസ്ഥമായി പിരിഞ്ഞു താമസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്ട്രഗിൾ. അങ്ങനെ പിരിഞ്ഞു താമസിക്കുമ്പോൾ പോലും 2 പാർട്ട്നേഴ്സും കുട്ടികളുടെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ കോപം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ഇമോഷനാണ്. പക്ഷെ ആക്രമിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. ഏത് സമയത്താണോ അക്രമം ഒരു ചോയ്സായി നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ പാർട്ട്ണർ തിരഞ്ഞെടുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ആ സമയത്ത് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് കണ്ടെത്തി അവിടേക്ക് മാറുക. ഇന്ന് നിങ്ങളെ മർദ്ദിക്കുന്ന വ്യക്തിക്ക്, ഇന്ന് നിങ്ങളെ അടിക്കുന്ന വ്യക്തിക്ക്, ഇന്ന് നിങ്ങളുടെ വേദന കണ്ട് യാതൊരു കുറ്റബോധവും തോന്നാത്ത വ്യക്തിക്ക് നാളെ നിങ്ങളെ കൊന്നുകളയുവാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ ഒന്നിന്റെ പേരിലും നിലനിൽക്കാതിരിക്കുക. എന്തിനേക്കാട്ടിലും വലുത് നിങ്ങളുടെ ജീവനാണ്, ജീവിതമാണ്. തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിന് ശരിക്കും പറഞ്ഞാൽ ഇരകളായത് ആ മരണപ്പെട്ട സ്ത്രീ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ആ 4 കുഞ്ഞുങ്ങൾ കൂടിയാണ്. ആ 4 കുഞ്ഞുങ്ങൾക്ക് അവർക്കുണ്ടായ മാനസിക ആഘാതത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റുപാടും ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി പ്രത്യാശിക്കുകയാണ്. താങ്ക്